welcome to the next video of Bright to Success. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ 5th ചാപ്റ്ററായ ഓർഗനൈസിംഗ് ആണ്. ഓക്കെ, ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റർ അല്ല ഫസ്റ്റ് ചാപ്റ്ററും പ്ലാനിങ് എന്ന് പറയുന്ന 4th ചാപ്റ്റർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ട് നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ആണല്ലോ പഠിക്കാനായിട്ടുള്ളത്. സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്, ഹെൻറി ഫാരന്റെ പ്രിൻസിപ്പിൾസ്, അതൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ സെപ്പറേറ്റ് വീഡിയോ രണ്ട് പ്രിൻസിപ്പിൾസിൻ്റെ ടെക്നിക്സിൻ്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുക. അതുകൊണ്ടാണ് ആ ചാപ്റ്ററിൻ്റെ വീഡിയോ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് 5th ചാപ്റ്ററായ ഓർഗനൈസിങ്. ഓക്കെ, ഇത് രണ്ട് പാർട്ടോ 3 പാർട്ടോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ഒരുമിച്ചായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടതാണ് നമ്മൾ പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു. നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ഇപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ് മാനേജീരിയൽ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ മാനേജീരിയൽ ഫങ്ഷൻസിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മളതിന് എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക് ഓർഗനൈസിങ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ഓർഗനൈസിങ് ഈസ് എ മാനേജീരിയൽ ഫങ്ഷൻ ആൻഡ് ഓൾസോ ദ പ്രോസസ് ഐഡൻറ്റിഫൈ and grouping different activities in the organization for achieving specified objective. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അത് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഓർഗനൈസിങ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് എ പ്രോസസ്. ഐഡന്റിഫൈ ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒരു കാര്യങ്ങളൊക്കെ അവിടുത്തെ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുവാണ് എന്ത് ചെയ്യുന്നത്? ഓർഗനൈസിങ്ങിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുക്കും ചിട്ടയോട് ചെയ്ത് വെക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. ഒക്കെ നമുക്ക് ഓർഗനൈസിംഗ് എന്നൊക്കെ നമുക്ക് 1 മാർക്കോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് നോർമലി ചോദിക്കാറുള്ളൂ, അല്ലെങ്കിൽ 1 വേർഡ് ചോദിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളൂ കേട്ടോ. ദെൻ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഐഡന്റിഫൈങ് ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, in this the process of organizing involve identifying and dividing the work to be done in accordance with the predetermined goals. എന്താണ് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ആദ്യം ഓർഗനൈസിങ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഐഡന്റിഫൈങ് ഏതൊക്കെ വർക്കാണ് അല്ലെങ്കിൽ എന്തൊക്കെ വർക്കാണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുവാണ്? ആ വർക്ക് കൺസേൺ പേഴ്സണിനൊക്കെ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ടുഗെദർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ സിമിലർ ഇൻ നേച്ചർ. ഓക്കെ, ഒരേ നേച്ചറുള്ള അല്ലെങ്കിൽ ഒരേ സ്വഭാവത്തിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർത്ത് ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ്റെ നമുക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ എക്സ്പ്ലനേഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യനും വരാറുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ വൺസ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ബീൻ ഫോംഡ് എംപ്ലോയീസ് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദ ചാർജ് ഓഫ് എ മാനേജർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് മാത്രം പോലെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് എന്തും കൂടിയിട്ട് വേണം? എംപ്ലോയീസും വേണം. ആ എംപ്ലോയീസ് ചുമ്മാ പോയിരുന്നാൽ പോലെ ആ എംപ്ലോയീസിന് കൺസേൺ അല്ലെങ്കിൽ അവരുടെ എലിജിബിലിറ്റിക്ക് പറ്റിയിട്ടുള്ള ജോലി അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് പറയുന്നത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. ദെൻ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. Each employee should know from whom he has to take orders and who he has accountable. എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു സബോർഡിനേറ്റിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സുപ്പീരിയേഴ്സ് കാണുമല്ലോ. എനിക്ക് എൻ്റെ ഓർഗനൈസേഷൻ ഒരുപാട് എന്നിലും മേലിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് കാണുമല്ലോ. അപ്പം ഞാൻ എല്ലാവരും തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ജോലിയും ചെയ്തുകൊണ്ട് പോയാൽ എന്ത് സംഭവിക്കും? ഒരു വർക്കും എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ തമ്മിൽ അല്ലെങ്കിൽ ആ സുപ്പീരിയേഴ്സ് തമ്മിൽ അടിയാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു എംപ്ലോയി എന്തറിഞ്ഞിരിക്കണം? ആര് പറയുന്ന വർക്കാണ് ഞാൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഞാൻ ആർക്കാണ് ബാധ്യസ്ഥനായിരിക്കണം, അല്ലെങ്കിൽ ആർക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത്. ഇതൊക്കെ ആരറിഞ്ഞിരിക്കണം? ഒരു എംപ്ലോയി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിന്ന് പഠിക്കേണ്ട 4 ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ,
ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് പഠിക്കുന്ന ടൈമിൽ 5 പഠിച്ചാൽ മതിയാവും കേട്ടോ. കാരണം എക്സാമിന് 80ൻ്റെ ഓർഗനൈസിങ്ങിൻ്റെ 5 മാർക്കിന് കൂടുതൽ ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Benefits of specialization. Organization leads to systematic allocation of jobs to employees. Okay, repetitive performance of a particular job helps workers to gain experience in his area. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു ഫിനാൻസ് മാനേജറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്ത് പറ്റും, എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ജോലിയിലിട്ട് ഞാൻ എന്താവും, സ്പെഷ്യലൈസ്ഡ് ആവും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താവും, സ്പെഷ്യലൈസ്ഡ് ആവും. അപ്പോൾ അതുവഴിയിട്ട് എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജോബ്സിൽ എനിക്ക് കറക്റ്റ് വേയിൽ ചെയ്യാനും പറ്റും, ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട്, വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് എനിക്ക് പെർഫോം ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതുവഴിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ എന്താണ്, ആ ഒരു വർക്കിൻ്റെ ക്ലാരിറ്റിയും ആ വർക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. ഓക്കെ, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ്സ് സ്കേലാർ ചെയിൻ ഇൻ ദ ഓർഗനൈസേഷൻ. സ്കേലാർ ചെയിൻ മീൻസ് ഫോമിംഗ് line of authority from the highest to lower. It removes confusion in the transfer of information and instructions. Okay, clarity in working relationship എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുമോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു പ്രിൻസിപ്പിളാണ് സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലോവർ ലെവൽ മാനേജ്മെന്റിലുള്ള ഒരാൾക്ക് എന്താണ് ഹയർ ലെവൽ മാനേജ്മെന്റിലോട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേര് കടന്നാണ് അങ്ങോട്ട് എത്താനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഈസി ആയിട്ട് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കേലാർ ചെയിൻ. ഓക്കെ, സ്കേലാർ ചെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് എന്താണ് ഈ ഒരു ഓർഗനൈസിങ്ങിലും വർക്കിംഗ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓർഗനൈസേഷൻ റിസൾട്ട് ഇൻ പ്രോപ്പർ യൂസ് ഓഫ് ഓൾ ഹ്യൂമൻ, ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ്. ഓക്കെ, ദ പ്രോപ്പർ അസൈൻമെന്റ് ഓഫ് ജോബ്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ പ്ലാൻ ചെയ്തു. ഓക്കെ, പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് എവിടെ ആർക്ക് ചെയ്യണം, എന്ത് ചെയ്യണമെന്നൊന്ന് ഓർഗനൈസ് ചെയ്യാണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഒരു ഓർഗനൈസേഷനിൽ എന്താണ് റിസോഴ്സസ് ഒക്കെ വേസ്റ്റ് ആവും അല്ലേ. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, റിസോഴ്സസ് ഒക്കെ വേസ്റ്റ് ആവും. അതുപോലത്തെ കറക്റ്റ് ആക്ടിവിറ്റി ചെയ്യാൻ ആർക്കായിരിക്കത്തില്ല. കറക്റ്റ് എന്താണ് ഈ ഒരു ഇപ്പം എനിക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ആ ഡ്യൂട്ടി അസൈൻ ചെയ്താൽ എനിക്ക് എന്താണ് ആക്ടിവിറ്റി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം കറക്റ്റ് ജോലി കറക്റ്റ് ആൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കറക്റ്റ് പെർഫോം ചെയ്യുന്ന ഒരാൾക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് എന്താണ് വരുന്നത്, അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. Okay, the organizing process allows a business enterprise to adapt itself to changing environment, allow the organizing structure to be stable. Okay, നമുക്കറിയാം നമ്മുടെ ഓർഗനൈസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു എന്താണ് ചേഞ്ചിങ്, ഒരു ഡൈനാമിക് ഡൈനാമിക് എൻവയോൺമെന്റിലാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്തുകൊണ്ട് പോകുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓക്കെ, ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഈ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ചെയ്ത് പൊളിറ്റിക്കലി ആയാലും എൻവയോൺമെന്റലി ആയാലും എന്താണ് വേറെ എന്ത് എക്കണോമിക്കലായ ഒരുപാട് എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ഇത്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഈ ഒരു പ്ലാനിങ് മാത്രം ചെയ്താൽ നമുക്ക് ഈ ഒരു എൻവയോൺമെന്റിൽ കവർ ചെയ്ത് പോകാൻ പറ്റില്ല. ഓർഗനൈസിങ് കൂടെ ഉണ്ടെങ്കിൽ ആ എൻവയോൺമെന്റിലോട്ട് എല്ലാ കാര്യങ്ങളും നോക്കി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ചേഞ്ചസിനനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് effective administration. Organization provides clear description of jobs and related duties, clarity in working relationship and proper execution of work. Okay, organizing എന്തിനു സഹായിക്കുമെന്നാണ് പറയുന്നത്, കറക്റ്റായിട്ട് ഏത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്, ഈ ജോലിയാണോ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒരു വർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇത് ഇത്രയാണ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. രണ്ടും കൂടി വേണ്ടട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വായിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ 5 പോയിന്റ്സ് പഠിച്ചാൽ മതി. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാം കൂടിയിട്ട് പഠിച്ചു പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റാത്തത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം ആവശ്യമുള്ള 5 പോയിന്റ്സ് ഒക്കെ പഠിച്ചു പോയാൽ സാരമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ ഔട്ട്കം ഓഫ് ദ ഓർഗനൈസേഷൻ പ്രോസസ്. ഒരു ഓർഗനൈസേഷൻ പ്രോസസ്സിന്റെ ഔട്ട്കം ആണ് എന്തെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫ്രെയിം വർക്ക് വിത്തിൻ ദ മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ്. ഓക്കെ,
എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫ്രെയിം ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഓർഗനൈസിങ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓർഗനൈസിങ് സ്ട്രക്ചർ ആയിരിക്കും. അത് തന്നെയാണ് നമുക്ക് വേറെ ഒന്ന് പഠിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. നമുക്ക് പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യമാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, span of management refers to the number of subordinates that can be effectively managed by a superior. എത്ര സബോർഡിനേറ്റിനെ ആണോ ഒരു സുപ്പീരിയറിന് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്ര സബോർഡിനേറ്റ് ആണോ ഒരു സുപ്പീരിയറുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ വർക്ക് ചെയ്യുന്നത്, പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്ത് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഫസ്റ്റ് വരുന്നതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് ആൻ ഓർഗനൈസേഷണൽ ഡിസൈൻ wherein similar related jobs are grouped together into major functions and have separate functional department. എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷണൽ ഡിസൈൻ തന്നെയാണ്. ഓർഗനൈസേഷനിൽ ഒരു വർക്ക് പെർഫോം ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു ഫോം തന്നെയാണ്. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? മേജർ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെയിൻ ജോബ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? മെയിൻ ഹെഡിങ് ചെയ്തതിന് ശേഷം എന്താണ് സെപ്പറേറ്റ്, അവർക്ക് കീഴിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടർ. ഓക്കെ, മാനേജിംഗ് ഡയറക്ടർ എവിടെയൊക്കെ കാണും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ എന്തായാലും നമ്മൾ ആ ഒരു വർക്കിൽ എക്സ്പീരിയൻസ്ഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ ആ വർക്കിൽ എക്സ്പേർട്ട് ആവും. ഓക്കെ, അപ്പോൾ ആ വർക്ക് നല്ലതായിട്ട് ചെയ്യാനും ഓർഗനൈസേഷനിലെ ഗ്രോത്ത് ചെയ്യാനും സഹായിക്കും. Then better control and coordination. Since all departments report to the coordinate head, there is better control and coordination in functional structure. Okay, എന്ന് പറഞ്ഞാൽ ബെറ്റർ കോർഡിനേഷൻ. നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഹെഡ് എടുത്തിട്ട് എല്ലാം കൂടി നോക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ഒരുപാട് ഹെഡ്സ്, ഓരോ ഹെഡ്സിന് കൊടുത്താൽ എല്ലാം നല്ലവണ്ണം വർക്കേഴ്സ് തമ്മിലും ഒരു കോർഡിനേഷനും, അതുപോലെ തന്നെ ആരുടെ കയ്യിൽ നിൽക്കും? സുപ്പീരിയേഴ്സിന്റെ കയ്യിൽ വർക്കേഴ്സ് നിൽക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ എന്താണ് ഇൻക്രീസ്ഡ് ഗ്രോത്ത്. ഇതുവരെ എന്ത് സഹായിക്കും എന്നാണ് പറയുന്നത്? ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ദെൻ ഇത് നമുക്ക് നോർമലി 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ 2 മാർക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഫങ്ഷണൽ സ്ട്രക്ചറിനെ പറ്റി ചോദിക്കുമ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതിയതിന് ശേഷം ഒരു 4-5 പോയിന്റ്സ് ഇവിടെ നിന്ന് പഠിച്ചു വെക്കാം കേട്ടോ. സിമ്പിൾ പോയിന്റ്സ് ആണ്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ സിമ്പിൾ പോയിന്റ്സ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ടെക്സ്റ്റ് ഏതാണെന്ന് 2-3 പേര് ചോദിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ടെക്സ്റ്റ് ഏതാണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോർമലി NCERT ഇറക്കുന്ന ടെക്സ്റ്റ് കുറച്ച് ടഫ് ടെക്സ്റ്റ് ആണ്. നമുക്കൊന്നും മനസ്സിലാവത്തില്ല, ടെക്സ്റ്റ് വായിച്ചാൽ കൂടി ഒന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, ഇതൊരു ഗൈഡ് പോലെയാണ്, ഇത് പഠിച്ചാൽ മതിയാവും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. നമുക്ക് എന്ത് പറയാം? ഡു നോട്ട് ഫോളോ യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നില്ല? യൂണിറ്റി ഓഫ് കമാൻഡ് ഫോളോ ചെയ്യുന്നില്ല. പിന്നെ എന്ത് നമുക്ക് പറയാം? ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്റ്റ്. ഓക്കെ, എന്താണ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും? കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അടി ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻ, ലാക്ക് ഓഫ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. ഫങ്ഷണൽ ഹെഡ്സ് മേ ഫോക്കസ് ഓൺ ദ ഫങ്ഷണൽ ഏരിയാസ്. ഓക്കെ, ഒരു ഹെഡ് ഇപ്പം ഞാനൊരു ഫിനാൻഷ്യൽ ഹെഡാണ്, ഞാൻ എന്ത് ചെയ്യും? ബെറ്റർ പെർഫോമൻസ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കാനുള്ളത് മാത്രമായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് ഒന്നും ഞാൻ ചിന്തിക്കത്തില്ല അല്ലേ. അതെന്താണ് ഓർഗനൈസേഷനിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നതാണ് പ്രോബ്ലം ഇൻ കോർഡിനേഷൻ. എന്താണ് ഒരു ഓർഗനൈസേഷൻ? ഇപ്പം ഞാനൊരു ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കിക്കൊണ്ട് പോകുന്നത് അല്ലേ. അപ്പം പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും കോർഡിനേഷൻ കുറയാനും കാരണമാവും. ദെൻ എന്താണ് ഡിഫിക്കൽട്ട് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടീസ് ഫിക്സ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ദെൻ എന്താണ് സ്യൂട്ടബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. എപ്പോഴൊക്കെയാണ് നമുക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ നമുക്ക് യൂസ് ആവുന്നത്? എപ്പോഴൊക്കെയാണ്
Then the size of the organization, large size of organization ആണെങ്കിൽ നമുക്ക് functional structure ആണ് ഏറ്റവും better. Then next, one line of product having diverse activities is meant. Okay, ഒരു line of product തന്നെ അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു ഓർഗനൈസേഷൻ തന്നെ ഒരുപാട് ലൈൻ ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ റിക്വയർഡ്. ഓക്കെ, ഒരു സ്പെഷ്യലൈസ്ഡ് എന്താണ് മെമ്പേഴ്സിന്റെ ആവശ്യം കൂടുതലാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ഈ ഫങ്ഷണൽ സ്ട്രക്ചർ യൂസ് ചെയ്യും. ദെൻ വരുന്നതാണ് ഡിവിഷണൽ സ്ട്രക്ചർ. Divisional structure is an organization designed in where there is a separate division of each line of product. Okay, എന്താണ് ഓരോ ലൈൻ ഓഫ് പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ഡിവിഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. In each division functions like a production, marketing, finance are performed. Each division self-contained and it's developed expertise in all functions. For example, Tata Group has many divisions like automobiles, finance. Okay, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കറിയാം ടാറ്റ ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്രൂപ്പാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെയുണ്ട് എന്നാണ് പറയുന്നത്, ഓട്ടോമൊബൈൽസ് പ്രൊഡക്ഷൻ ഉണ്ട്, ഫൈനാൻഷ്യൽ പ്രൊഡക്ഷൻ ഉണ്ട്, ഇൻഷുറൻസ് പ്രൊഡക്ഷൻ ഉണ്ട്, പവർ, ഓക്കെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ഓരോരുത്തരും ഓരോ നാട്ടിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു. ബട്ട് ഇത് ചിലപ്പോൾ എന്തായിരിക്കും കണക്റ്റഡ് ആണ്, ഒരാളാണ് നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിലും പല പല കാര്യങ്ങളാണല്ലേ. അത് നമുക്ക് എന്താണ് ഡിവിഷണൽ സ്ട്രക്ചർ. അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ എന്തൊക്കെ നമുക്ക് പറയാം. ഓൾ റൗണ്ട് ഇത് നമുക്ക് ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങനെ ചോദിക്കാറില്ല. അഡ്വാൻറ്റേജ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാപ്റ്റർ മുഴുവൻ ഇങ്ങനെ വാരി വലിച്ച് പറഞ്ഞു പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ മെയിനായിട്ട് ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതിൻ്റെ കാരണം എന്താണ്, വാരി വലിച്ച് എല്ലാം കൂട്ടിയിട്ട് പഠിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത എല്ലാം നിങ്ങൾക്ക് അത് അറിയായിരിക്കും. ഓക്കെ, ആവശ്യമുള്ളതൊന്നും പഠിക്കത്തുമില്ല, ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ട് എന്താണ് ബിസിനസ്സിൻ്റെ മാർക്ക് കുറയാനായിട്ടുള്ള കാരണം. മാക്സിമം ഇത് പഠിക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. എങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ എന്താണ് ഫംഗ്ഷനിൻ്റെയും ഡിവിഷൻ്റെയും ചെയ്യാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ പറഞ്ഞപ്പോൾ, കാരണം ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ചുമ്മാ പഠിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അഡ്വാൻറ്റേജ് ജസ്റ്റ് നോക്കി വെക്കുക, അഡ്വാൻസ് പഠിക്കേണ്ട പോകണ്ട, നോക്കി വെക്കുക. ഡിസഡ്വാൻറ്റേജിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എന്താണ് അത് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ എന്താണ് ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീനുള്ളത് പഠിച്ചു വെക്കാം കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ദെൻ നമുക്ക് ഇൻഫോർമൽ ഫോർമൽ സെക്ടർ പഠിക്കാനുണ്ട്, ഡെലിഗേഷനും പിന്നെ ആണ് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും വീഡിയോ എല്ലാം മനസ്സിലായി വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.